ഓം ശാന്തി. 15/1/2024. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, പാവനമാകുന്നതിന് ഓർമ്മയുടെ യാത്ര വളരെ അത്യാവശ്യമാണ്. ഇത് തന്നെയാണ് മുഖ്യമായ സബ്ജക്റ്റും. ഈ യോഗബലത്തിലൂടെ നിങ്ങൾ സർവീസബിളും ഗുണവാനും ആകാൻ സാധിക്കും. കഴിഞ്ഞ 63 ജന്മങ്ങളുടെ പാപത്തിൻ്റെ കണക്കുകൾ ഇപ്പോഴും തലയിൽ തന്നെയുണ്ട്. ഈ പാപത്തിൻ്റെ കറകൾ മാറ്റിക്കളയണമെങ്കിൽ 2 വഴിയേ ഉള്ളൂ. ഒന്നുണ്ട് ഓർമ്മയുടെ യാത്രയിലൂടെ, രണ്ടാമത്തേത് ശിക്ഷകളിലൂടെയാണ്. ശിക്ഷകളിലൂടെ അനുഭവിക്കുക അർത്ഥം വേദനിച്ച് അനുഭവിച്ച് അതിനെ തീർക്കുക എന്നാണ്. അതിനേക്കാൾ ഏറെ എളുപ്പമാണ് ബാബയുടെ ഓർമ്മയിൽ സഹജമായും ആ അഴുക്കിനെ അല്ലെങ്കിൽ ഭാരത്തെ തീർക്കുക എന്നത്. അതിനാൽ ഓർമ്മയുടെ യാത്ര തന്നെയാണ് ഏറ്റവും മുഖ്യമായ സബ്ജക്റ്റ്. ഇതിലൂടെയാണ് നമ്മളുടെ പാപത്തിൻ്റെ ഭാരത്തെ നാം സ്വയമേ തന്നെ തീർക്കുന്നത്. ഇത് ഓർമ്മയിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. ഈ ഓർമ്മയിലൂടെ നമ്മൾ സർവീസബിളുമാകുന്നു, ഗുണവാനുമാകുന്നു. അതായത് പാപത്തിൻ്റെ ഭാരം കുറയുന്നു, അതായത് പാപത്തിൻ്റെ കണക്കുകൾ തീരുന്നു, ഗുണവാനാകുന്നു, സർവീസബിളും ആകുന്നു. ചോദ്യം: നിങ്ങൾ കുട്ടികൾ പഠിക്കുന്ന ഈ യോഗം തന്നെയാണ് ഏറ്റവും വിശിഷ്ടമായ യോഗം. എങ്ങനെയാണ്? ഉത്തരം: ഇന്ന് വരെ യോഗം പഠിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്തത് മനുഷ്യരോടൊപ്പമാണ് യോഗം വച്ചത്. എന്നാൽ ഇപ്പോൾ നമ്മൾ നിരാകാരനോടൊപ്പം യോഗം വയ്ക്കുന്നു. നിരാകാരനായ ആത്മാവ് നിരാകാരനായ ബാബയെ ഓർമ്മിക്കുക. ഇതാണ് ഏറ്റവും വിശിഷ്ടമായ കാര്യം. ലോകത്തിൽ പലരും ഭഗവാനെ ഓർമ്മിക്കുന്നുണ്ട്, എന്നാൽ പരിചയം ഇല്ലാതെയാണ്. കർത്തവ്യം അറിയാതെ ആരെയെങ്കിലും ഓർമ്മിക്കുക എന്നത് ഭക്തിയാണ്. ജ്ഞാനമുള്ള കുട്ടികൾ പരിചയം ഉൾപ്പെടെ ഓർമ്മിക്കുന്നു. ലോകത്ത് പലതരത്തിലുള്ള യോഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം എന്നിങ്ങനെ പലതരത്തിലുള്ളതുണ്ട്. എന്നാൽ ബാബ പറയുന്നു, ഇന്നേ വരെ നമ്മൾ എന്തെല്ലാം യോഗം പഠിച്ചിട്ടുണ്ടോ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന രാജയോഗം. അതെങ്ങനെയാണ് എന്നതും ബാബ പറഞ്ഞു തരുന്നു. മറ്റുള്ള എല്ലാ യോഗവും മനുഷ്യർക്കാണ് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. മനുഷ്യരോടൊപ്പമുള്ള യോഗമാണ് ഉണ്ടാകുന്നത്. എന്നാൽ ഇവിടെ നിരാകാരനായ ബാബ നമ്മൾ നിരാകാരരായ ആത്മാക്കൾക്ക് പഠിപ്പിച്ചു തരുന്നു. നമ്മൾ ആത്മാക്കളുടെ ബുദ്ധിയോഗം നിരാകാരനായ ബാബയുമായി യോജിക്കുന്നു. ഇതുതന്നെയാണ് ഏറ്റവും വ്യത്യസ്തമായ കാര്യം. തീർച്ചയായും നമ്മൾ ഓരോരുത്തരും ശരീരധാരിയാണ്. എന്നാലും നമ്മൾ ഈ ശരീരത്തിലിരുന്നും ശരീരത്തിൻ്റെ ബോധത്തെ വിട്ട് സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കിയാണ് ബാബയെ ഓർമ്മിക്കുന്നത്. അതിനോടൊപ്പം നമ്മൾക്ക് ബാബയുടെ ശരിയായ പരിചയമുണ്ട്. ബാബയുടെ നാമം എന്താണ്, രൂപമെന്താണ്, ദേശമേതാണ്, ബാബ എപ്പോഴീ സൃഷ്ടിയിലേക്ക് വരുന്നു, ബാബയുടെ കർത്തവ്യം എന്താണ്, ബാബയുമായി നമ്മൾക്ക് എന്ത് ബന്ധമാണുള്ളത്, എല്ലാ തരത്തിലുള്ള പരിചയവും നമ്മൾക്കുണ്ട്. ആ പരിചയത്തിൻ്റെ ആധാരത്തിൽ നമ്മൾ ബാബയെ ഓർമ്മിക്കുന്നു. ഇതിനെയാണ് രാജയോഗം എന്ന് പറയുന്നത്. എന്നാൽ ലോകത്തിലുള്ളവരും പലതരത്തിൽ ഭഗവാനെ ഓർമ്മിക്കുന്നുണ്ട്. എന്നാൽ ഒട്ടും പരിചയം ഇല്ലാതെ ഈശ്വരനെ ഓർമ്മിക്കുന്നു എന്ന് വരുമ്പോൾ അതിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ ഓരോരുത്തർക്കും ബാബയെക്കുറിച്ചുള്ള വ്യക്തമായ സ്പഷ്ടമായ അറിവുണ്ട്. ആ അറിവിൻ്റെ ആധാരത്തിലാണ് നമ്മൾ സന്തോഷപൂർവ്വം സ്നേഹത്തോടെ ബാബയെ ഓർമ്മിക്കുന്നത്. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. പതിതരെ പാവനമാക്കുന്നതിനുള്ള സേവനം ചെയ്യൂ. ഗണികകൾക്കും വേശ്യകൾക്കും ജ്ഞാനം നൽകൂ.
വീണ് കിടക്കുന്നവരെ ഉണർത്തൂ, അവരെ ഉദ്ധരിക്കൂ, അപ്പോൾ പേര് പ്രശസ്തമാകും. 2. സ്വയത്തിൻ്റെ ദൃഷ്ടിയെ പവിത്രമാക്കുന്നതിന് നടക്കുമ്പോഴും തിരിയുമ്പോഴും അഭ്യസിക്കൂ. നമ്മൾ ആത്മാവാണ്, ആത്മാവിനോട് സംസാരിക്കുന്നു. ബാബയുടെ ഓർമ്മയിലിരിക്കുകയാണെങ്കിൽ പാവനമായി തീരും. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, പതിതരെ പാവനമാക്കുന്നതിന് നാം എല്ലാ തരത്തിലുള്ള സേവനവും ചെയ്യണം. എല്ലാ തലത്തിലുള്ള ആത്മാക്കളുടെ സേവനവും ചെയ്യണം. അതിൽ ഗണികകളുണ്ട്, അഹല്യകളുണ്ട്, വേശ്യകളുണ്ട്, കുബ്ജകളുണ്ട്. എല്ലാ തരത്തിലുള്ളവരുടെയും സേവനം ചെയ്യണം. കാരണം ബാബയുടെ സന്ദേശം ഓരോ മനുഷ്യാത്മാവിനും ഉള്ളതാണ്. അതവരുടെ അധികാരമാണ്. നമ്മളുടെ ഏതെങ്കിലും പരിധിയുള്ള കാഴ്ചപ്പാട് കാരണം അത് മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കുന്നത് തികച്ചും തെറ്റ് തന്നെയാണ്. അതിനാൽ ബാബ പറയുന്നു, വീണ് കിടക്കുന്നവരെ ഉയർത്തണം. അപ്പോഴാണ് ബാബയുടെ പേര് പ്രശസ്തമാകുന്നത്. 2ാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, നമ്മളുടെ ദൃഷ്ടിയെയാണ് നാം പവിത്രമാക്കേണ്ടത്. കാരണം നമ്മളുടെ ദൃഷ്ടി ആധാരമായിട്ടുള്ളത് മുൻപ് ദേഹാഭിമാനത്തിലുണ്ടായിരുന്ന സമയത്തുള്ള പലതരത്തിലുള്ള വിശ്വാസ പ്രമാണങ്ങൾക്ക് അധിഷ്ഠിതമാണ്. ഇതിനെ മാറ്റുന്നതിന് ഞാൻ ആത്മാവാണ്, ആത്മാവിനോടാണ് സംസാരിക്കുന്നത് എന്ന പ്രാക്ടീസ് വളരെ നന്നായി ചെയ്യണം. ഒപ്പം ബാബയുടെ ഓർമ്മയുണ്ടെങ്കിൽ നമ്മൾ പവിത്രരായി തീരും. നമ്മളുടെ പഴയ കാർമിക അക്കൗണ്ടുകൾ തീരും. ആത്മാവ് ശുദ്ധമായി തീരും. അതിനാൽ ബാബയുടെ ഓർമ്മയിൽ ഇരിക്കണം. വരദാനം: അനാദി സ്വരൂപത്തിൻ്റെ സ്മൃതിയിലൂടെ സന്തുഷ്ടത അനുഭവിപ്പിക്കുന്ന സന്തുഷ്ട മനയായി ഭവിക്കട്ടെ. തൻ്റെ ആദി അനാദി സ്വരൂപം സ്മൃതിയിൽ കൊണ്ടുവരൂ. എന്നിട്ട് ആ സ്മൃതി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യൂ. എങ്കിൽ സ്വയം തന്നോട് തന്നെ സന്തുഷ്ടരായിരിക്കും. മറ്റുള്ളവർക്കും സന്തുഷ്ടതയുടെ വിശേഷതയെക്കുറിച്ച് അനുഭവം ചെയ്യിപ്പിക്കാൻ സാധിക്കും. അസന്തുഷ്ടതയുടെ കാരണമെന്നത് അപ്രാപ്തിയാണ്. നിങ്ങളുടെ സ്ലോഗനാണ് എന്താണോ നേടാനുള്ളത് അത് നേടിക്കഴിഞ്ഞു എന്നത്. ബാബയുടേതാകുക അർത്ഥം സമ്പത്തിനധികാരിയാകുക. ഇങ്ങനെയുള്ള അധികാരി ആത്മാക്കൾ സദാ നിറഞ്ഞ സന്തുഷ്ടമണി ആയിരിക്കും. ഇന്നത്തെ കാലത്ത് മനുഷ്യർ ചിന്തിക്കുന്നത് നമ്മുടെ കർമ്മം നന്നായി വരികയാണ് എങ്കിൽ സന്തുഷ്ടത അനുഭവിക്കാം എന്നാണ്. ഏതെങ്കിലും ഒരു ചെറിയ കർമ്മമാകട്ടെ, വലിയ ഉത്തരവാദിത്വമാകട്ടെ, അത് വിചാരിച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നുവെങ്കിൽ അതിൽ നിന്ന് സംതൃപ്തി ലഭിക്കും എന്നാണ് ചിന്തിക്കുന്നത്. എന്നാൽ സംതൃപ്തി അനുഭവിക്കുക എന്നത് നമ്മൾ ഓരോരുത്തരുടെയും നിജ സംസ്കാരമാണ്. അതൊരിക്കലും നമ്മളുടെ കർമ്മത്തിന് മേൽ ഡിപ്പെൻഡ് ആക്കേണ്ട കാര്യമല്ല. അതിനാൽ ബാബ നമ്മൾക്ക് പറഞ്ഞു തരികയാണ്, നമ്മൾ എത്രത്തോളം നമ്മളുടെ ആദി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നുവോ അത്രയും നമ്മൾ സ്വയം സന്തുഷ്ടമണിയായിരിക്കും. മറ്റുള്ളവർക്കും സന്തുഷ്ടത അനുഭവപ്പെടുത്താൻ സാധിക്കും. ആദി സ്ഥിതി എന്നത് സത്യയുഗത്തിലെ സ്ഥിതിയാണ്. അനാദി സ്ഥിതി എന്നത് പരംധാമത്തിലിരിക്കുന്ന സ്ഥിതിയാണ്. ഈ രണ്ട് സ്ഥിതികളിലും നമ്മൾ നിറഞ്ഞാണ് ഇരിക്കുന്നത്. നമ്മൾക്ക് മറ്റൊരാളുമായി ഒരു താരതമ്യമില്ല. നമ്മളുടെ ഭാഗ്യത്തിൽ എന്ത് കുറവുണ്ട്, നമ്മളിൽ എന്തില്ല എന്നുള്ള ചിന്തയും ഇല്ല. നമ്മൾ പൂർണ്ണമായും നിറഞ്ഞിരിക്കുന്ന സ്ഥിതിയാണ്. എപ്പോഴാണോ ഒരു അപ്രാപ്തിയും ഇല്ലാത്തത് അപ്പോഴാണ് നമ്മൾക്ക് സംതൃപ്തി ഉണ്ടാകുന്നത്. ബാബ എന്ന് പറയുന്നു, നമ്മൾക്ക് എന്താണോ വേണ്ടിയിരുന്നത് ആ ബാബ നമ്മൾക്ക് ലഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സ്ഥിതിയിലിരിക്കുന്നതിലൂടെ, നമ്മുടെ ആദി സ്ഥിതി ഓർമ്മിക്കുന്നതിലൂടെ നമ്മൾക്ക് സദാ സന്തുഷ്ടമായിരിക്കാൻ സാധിക്കും. മറ്റുള്ളവർക്കും സന്തുഷ്ടത അനുഭവപ്പെടുത്താൻ സാധിക്കും. ഇതിനെ തന്നെയാണ് സന്തുഷ്ടമണി എന്ന് പറയുന്നത്. സ്ലോഗൻ: ബാബയ്ക്ക് സമാനമാകുന്നതിന് മനസ്സിലാക്കുന്നത്,
ആഗ്രഹിക്കുന്നത്, ചെയ്യുന്നത്, ഇവ മൂന്നും സമാനമായിരിക്കണം. മനസ്സിലാക്കുന്നത്, ആഗ്രഹിക്കുന്നത്, ചെയ്യുന്നത്, ഇവ മൂന്നും സമാനമാണ്. എന്നാൽ എന്താണോ നാം മനസ്സിലാക്കുന്നത് അത് ജീവിതത്തിൽ കൊണ്ടുവരിക തന്നെ വേണം. അത് കൊണ്ടുവരണം എന്ന ആഗ്രഹവും ഉണ്ടാകണം. അത് ആഗ്രഹം വരുമ്പോഴത്തേക്കും പ്രാവർത്തികവുമാകണം. ഇതിനെ തന്നെയാണ് ബാബയ്ക്ക് സമാനമായ സ്ഥിതി എന്ന് പറയുന്നത്. ഇതിനേറ്റവും ഉദാഹരണം ബ്രഹ്മ ബാബയാണ്. ഏത് സെക്കൻഡിലാണോ ജ്ഞാനത്തെ മനസ്സിലാക്കിയത് അത് തന്നെയാണ് ലക്ഷ്യമെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അതിനനുസരിച്ച് അത് പ്രാവർത്തികം അടുത്ത സെക്കൻഡിൽ തന്നെ കൊണ്ടുവരികയും ചെയ്തു. ഓം ശാന്തി.